Good morning to all. Today we are going to discuss about the topic classification or types of ratios. First classification according to accounting statement or structural classification. On the basis of accounting statement, ratios can be classified into three: balance sheet or financial ratios, second one profit and loss account ratio, third one combined or mixed ratio. ഇവിടെ റേഷ്യോനെ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിസിൽ റേഷ്യോനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ബാലൻസ് ഷീറ്റ് റേഷ്യോ, രണ്ടാമത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോ, മൂന്ന് കമ്പൈൻഡ് ഓർ മിക്സഡ് റേഷ്യോ. എന്താണ് ബാലൻസ് ഷീറ്റ് റേഷ്യോ എന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് ഓർ ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് നോക്കാം. The items used for the calculation of these ratios are taken out from the balance sheet. Example, current ratio, proprietary ratio, fixed asset ratio. നമുക്കറിയാം റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അല്ലേ. രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം ഇവിടെയുള്ള റേഷ്യോയിൽ ഈ രണ്ട് ഫിഗേഴ്സ് നമ്മൾ എടുക്കുന്നത് ബാലൻസ് ഷീറ്റിൽ നിന്ന് ആണെങ്കിൽ, അല്ലെങ്കിൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ എമൗണ്ട് നമ്മൾ എടുക്കുന്നത്, രണ്ട് എമൗണ്ട് നമ്മൾ എടുക്കുന്ന ബാലൻസ് ഷീറ്റിൽ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാലൻസ് ഷീറ്റ് റേഷ്യോസ് എന്ന് പറയുന്നത്. ഉള്ളൂ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള രണ്ട് നമ്പറിൻ്റെ റിലേഷൻഷിപ്പാണ്, ന്യൂമറിക്കൽ റിലേഷൻഷിപ്പാണ് അല്ലേ. ഇറ്റ് ഈസ് ആൻ വൺ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ നമ്പർ ആണ് അല്ലേ. അതിനാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സും അല്ലെങ്കിൽ ഈ റേഷ്യോസിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് മുഴുവൻ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് ബാലൻസ് ഷീറ്റ് റേഷ്യോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കറണ്ട് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാകും. രണ്ടാമത് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോ ദീസ് എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഐറ്റംസ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആ റിലേഷൻഷിപ്പ്, റേഷ്യോ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിന് ആവശ്യമായിട്ടുള്ള ആ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഫിഗേഴ്സ്, അതല്ലെങ്കിൽ ആ എമൗണ്ട് നമ്മൾ എടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ, രണ്ട് എമൗണ്ടും അല്ലെങ്കിൽ രണ്ട് ഫിഗേഴ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ. തേർഡ് വൺ പറയുന്നത് കമ്പൈൻഡ് ഓർ മിക്സഡ് റേഷ്യോ. കമ്പൈൻഡ് ഓർ മിക്സഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ രണ്ട് ഫിഗേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഒന്ന് നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അല്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തുള്ള കമ്പൈൻഡ് ഓർ മിക്സഡ് റേഷ്യോ എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഇത് എക്സാമ്പിൾ ഇങ്ങനെ ഇപ്പം പറയുന്നേ ഉള്ളൂ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിൽ നമ്മൾ ഓരോ എടുക്കുന്ന ഐറ്റംസ് എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഫിക്സ്ഡ് അസറ്റ് എക്സാമ്പിൾ പറയുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഒക്കെയാണ്. അത് നെക്സ്റ്റ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഇമ്പോർട്ടൻസ്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഇമ്പോർട്ടൻസ്, ഇമ്പോർട്ടൻസിൻ്റെ ബേസിസിൽ. ഇവിടെ ഓൺ ദ ബേസിസ് ഓഫ് ഇമ്പോർട്ടൻസ് റേഷ്യോസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു. ഫസ്റ്റ് വൺ പ്രൈമറി റേഷ്യോ, സെക്കൻഡ് വൺ സെക്കൻഡറി റേഷ്യോ. എന്താണ് പ്രൈമറി റേഷ്യോ എന്ന് നോക്കാം. ദ സക്സസ് ഓഫ് എനി ബിസിനസ് ഈസ് മെഷേർഡ് ബൈ ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഏൺഡ്. Therefore, ratios like profit to sales, a return on profit employed, etc. are treated as primary ratio. നമുക്കൊരു ഓർഗനൈസേഷൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രോഫിറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റേഷ്യോസ്, ആ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റേഷ്യോസിനാണ് പ്രൈമറി റേഷ്യോസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ടു സെയിൽസിൻ്റെ എത്രത്തോളമാണ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്, അതല്ലെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ നിന്ന് എത്ര റിട്ടേൺ ആണ് കിട്ടുന്നത്, ഇതൊക്കെ പ്രൈമറി റേഷ്യോസിൽ വരുന്നതാണ്. ദെൻ സെക്കൻഡറി റേഷ്യോസ് നോക്കാം. ദീസ് റേഷ്യോസ് ആർ മെയിൻലി യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ പ്രൈമറി റേഷ്യോസ്.
then ഈ പ്രൈമറി റേഷ്യോസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വേറെ റേഷ്യോസൊക്കെ നമുക്ക് ആവശ്യമാണ് അല്ലേ. നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഏൺ ചെയ്യാൻ വേണ്ടി ബിസിനസ് ഫേമിൽ വേറെ ആക്ടിവിറ്റീസൊക്കെ നടക്കും അല്ലേ. അങ്ങനെയുള്ള ആ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സെക്കൻഡറി റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള റേഷ്യോസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി റേഷ്യോസാണ്. ആ പ്രൈമറി റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അഡീഷണലായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഷ്യോസിന് പറയുന്നതാണ് സെക്കൻഡറി റേഷ്യോ എന്ന്. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചർ ഓർ ഫങ്ഷൻ. ഫങ്ഷൻ്റെ ബേസിസിൽ അല്ലേ, ഫങ്ഷൻ്റെ ബേസിസിൽ നമ്മൾ റേഷ്യോസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന്. ദെൻ ഫങ്ഷൻ്റെ ബേസിസിൽ റേഷ്യോസിനെ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ലിക്വിഡിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോസ് എന്താണെന്ന് നോക്കാം. These ratios measure the capacity of a firm to meet its short-term liabilities out of the short-term resources. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഫേമിൻ്റെ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള ആ കപ്പാസിറ്റിക്കാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബിസിനസ് ഫേമിലെ ഷോർട്ട് ടൈം റിസോഴ്സസ് ഉണ്ടാവും അല്ലേ, ഷോർട്ട് ടൈം റിസോഴ്സസ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം അസറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഷോർട്ട് ടൈം ലയബിലിറ്റീസ് ഷോർട്ട് ടൈം ആയിട്ടുള്ള ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള ബിസിനസ് ഫേമിൻ്റെ കപ്പാസിറ്റി അളക്കുന്നതിനാണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് കറണ്ട് റേഷ്യോസ്, ക്വിക്ക് റേഷ്യോസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിലൊരു പണം ഉണ്ടാകുന്നൊരവസ്ഥ എന്ന് വെച്ചാൽ ഒരു ചെറിയ ചെറിയ കടങ്ങൾ, ചെറിയ ചെറിയ നമ്മുടെ ലയബിലിറ്റീസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയ്ക്കാണ് ലിക്വിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ലിവറേജ് റേഷ്യോ. ദീസ് ആർ ഓൾസോ കോൾഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ്. These ratios analyze the long-term solvency or financial positions of the firm. Debt equity ratio, capital gearing ratio, proprietary ratios, etc. are calculated in this category. ലിവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫേമിൻ്റെ ലോങ് ടൈം സോൾവൻസി അല്ലെങ്കിൽ ലോങ് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻസ് ആണ് ഇവിടെ കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ ബിസിനസ് ഫേമിന് ഡെറ്റ് എത്രത്തോളമാണ് കടമുള്ളത് അല്ലേ, എത്രത്തോളം ഇക്വിറ്റീസ് ആണുള്ളത്, അതിൻ്റെ എത്രത്തോളമാണ് ഡെറ്റ് ഉള്ളത്, അതിൻ്റെ പ്രൊപ്പോർഷൻസ്, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. എന്നുവെച്ചാൽ ബിസിനസ് ലോങ് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻസ്, ലോങ് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാനാണ് ലിവറേജ് റേഷ്യോസ് നമ്മൾ ഉപയോഗിക്കുന്നത്. The next one, activity ratio. These are also called a turnover ratio. These ratios indicate how effectively the resources are being utilized by the firm. In other words, these ratios reflect the efficiency of the firm in the assets management. ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ടേൺ ഓവർ റേഷ്യോസ് ആണ്. എന്ന് വെച്ചാൽ ബിസിനസ് ഫേം അവരുടെ റിസോഴ്സസ് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തത് എന്നാണ് ഈ റേഷ്യോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ ബിസിനസ് ഫേമിൻ്റെ എഫിഷ്യൻസിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു എഫിഷ്യൻസി സൂചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് ഫേമിൻ്റെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേഷ്യോസാണ് ആക്ടിവിറ്റി റേഷ്യോസ്. ഇത് നമ്മൾ ടേൺ ഓവർ റേഷ്യോസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് എക്സാമ്പിൾസ് പറയുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോസ്, ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോസ്, അതുപോലെ തന്നെ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോസ് ഒക്കെയാണ് ആക്ടിവിറ്റി റേഷ്യോസിൻ്റെ എക്സാമ്പിൾ. ദ നെക്സ്റ്റ് വൺ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ദീസ് റേഷ്യോസ് മെഷർ ദ പ്രോഫിറ്റബിലിറ്റി ഓർ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഓഫ് എ ഫേം. ബിസിനസ് ഫേമിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി ഒക്കെ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റേഷ്യോസാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. എക്സാമ്പിൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൻ്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. These ratios are used for evaluating the shares and stock which are traded in the market. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഫേം അവരുടെ ഷെയർസ് അതുപോലെ തന്നെ അവരുടെ ഡിബഞ്ചേഴ്സൊക്കെ മാർക്കറ്റിൽ ട്രേഡ് നടത്തുന്ന ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇതിൻ്റെയൊക്കെ അതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഷെയർസ്, ഡിബഞ്ചേഴ്സിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേഷ്യോസാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ ഇതാണ് ഏണിംഗ് പെർ ഷെയർ, ഡിവിഡൻഡ് പെർ ഷെയർ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, പ്രൈസ് ഏണിംഗ് റേഷ്യോ, ഇതൊക്കെയാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെയർസ്,
ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് പറഞ്ഞാൽ മെയിനായിട്ട് 3 റേഷ്യോസാണുള്ളത്, അല്ലെങ്കിൽ മെയിനായിട്ട് 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ ഫസ്റ്റ് റേഷ്യോനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിസിൽ റേഷ്യോനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ബാലൻസ് ഷീറ്റ് റേഷ്യോസ്, സെക്കൻഡ് വൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോസ്, തേർഡ് വൺ മിക്സഡ് റേഷ്യോസ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ബേസിസിൽ റേഷ്യോസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൈമറി റേഷ്യോ, രണ്ടാമത് സെക്കൻഡറി റേഷ്യോസ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ്, അതിന് മൂന്നാമതായിട്ട് ഇമ്പോർട്ടൻ്റ് ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചർ ഓർ ഫങ്ഷൻ. ഫംഗ്ഷൻ്റെ ബേസിസിൽ റേഷ്യോനെ 5ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ലിക്വിഡിറ്റി റേഷ്യോ, സെക്കൻഡ് വൺ ലിവറേജ് റേഷ്യോ, തേർഡ് വൺ ആക്ടിവിറ്റി റേഷ്യോ, ഫോർത്ത് വൺ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആൻഡ് ലാസ്റ്റ് വൺ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്.